അൻവറെ മത്സരിച്ചാല് എങ്ങനെയായിരിക്കും ഇവിടെ നിലമ്പൂരിലെ അൻവർ മത്സരിച്ചു കഴിഞ്ഞാല് ഇപ്പോഴുള്ള വോട്ടെടുപ്പിന്റെ ഒക്കെ ഒരു ചിത്രം മാറുമോ? ചിത്രം മാറാതെ ഇരിക്കാനും സാധ്യതയുണ്ട്. എന്ന് വെച്ചാല് 2 പ്രാവശ്യം ഇവിടുന്ന് ജയിച്ചതല്ലേ, പിന്നെ അതില് ഒഴിവാങ്ങിയാണ്ട് പിന്നെ മൂന്നാമത് നിൽക്കാൻ പ്രയാസമാണ്. ആ ജനങ്ങള് ഒന്ന് വിലയിരുത്തുമല്ലോ ആളെ. ചൗക്കത്ത് പറഞ്ഞാല് വന്ന് ബാപ്പ കുഞ്ഞാക്കല്ലെന്ന് മുതല് ഓൻ തന്നെയാണ് ഇവിടെ ഏറ്റവും അറിയപ്പെടുന്ന ആള്. മൂപ്പര് പിന്നെ കാര്യം ഒന്ന് ഇടതുപക്ഷത്തിന്റെ ഇതില് വന്ന് നിന്നാണ്ട് ജയിച്ചതല്ലേ. ഇനി പിന്നെ മൂന്നാമത് തെരഞ്ഞെടുപ്പിന് നിന്നാല് അത് മിക്കവാറും ശരിയാവും തോന്നുന്നില്ല. PV അൻവറെ ഇവിടെ മത്സരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ചോദിച്ചാല് നല്ല ആൾക്കാർ മത്സരിച്ചാ വോട്ടുണ്ടാവും, വിജയിക്കും ചെയ്യും. അല്ലാത്തൊരു മത്സരിച്ചാ വോട്ടും ഉണ്ടാവില്ല, വിജയിക്കും ചെയ്യൂല. PV അൻവർ മത്സരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? മൂപ്പരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒന്നും പറയാനില്ല. കാരണം ഞാൻ ഈ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഇറങ്ങാത്തോണ്ട് എനിക്ക് വലിയ അറിവൊന്നുമില്ല. നമ്മള് ഈ ചെറിയ കുട്ടികളെ പരിപാടി പോകുന്നല്ലാതെ വലിയ അറിവൊന്നുമില്ല. എന്നാലും മൂപ്പര് നല്ലൊരാളൊക്കെ തന്നെയാണ്. പക്ഷെ ഒരു വട്ടം മൂപ്പര് ഇവിടെ ജയിച്ചതാണ്, പിന്നെ മൂപ്പര് പാർട്ടി മാറി അങ്ങനെ പോയി. പിന്നെ അവിടുന്ന് പിന്നെയും പുതിയ കോൺഗ്രസ് ഉണ്ടാക്കി പറഞ്ഞിട്ട് പുതിയ പാർട്ടിക്ക് രൂപീകരിച്ച് വന്നാണ്. മൂപ്പര് വരുന്നൊരു പ്രതീക്ഷ ഉണ്ട്. വന്നാൽ പിന്നെ നല്ലതാണെങ്കിൽ മൂപ്പര് ഇങ്ങനെ മുന്നോട്ട് പോകും. അല്ലാണ്ടെങ്കിൽ മൂപ്പര് പിണറായിയെ തള്ളിപ്പറഞ്ഞു വന്ന മാതിരിയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകും. അങ്ങനെ പറയുന്നത്. അൻവറെ വീണ്ടും മത്സരിക്കാൻ പോവാന്ന് കേൾക്കുന്നു. എന്താ സാധ്യത? 8 കൊല്ലം നടന്ന് രാജിവെച്ചിട്ട് ആ സീറ്റിൽ തന്നെ രണ്ടാമത് മത്സരിച്ച് ഞങ്ങൾ എന്താക്കുക? അയാള് കാരണമല്ല ഇപ്പൊ രണ്ടാമത് തെരഞ്ഞെടുപ്പ് വന്നത്. പിന്നെ അയാള് രാജിവെച്ച് ജയിച്ചു, പിന്നെ അയാൾ തന്നെ വരികയെന്ന് പറയുമ്പോൾ അത് ശരിയല്ലല്ലോ അല്ലേ? അല്ല, ഇനി ഷൗക്കത്ത് ജയിക്കണം എന്നാണ്. അയാൾക്ക് VS ജോയിനെ കൊണ്ടുവരണം, നേതൃത്വം ഷൗക്കത്തിനാക്കി. അയാൾക്ക് ദേഷ്യമാണ്. അപ്പൊ അയാൾ സ്വന്തം നിൽക്കുകയാണെന്നാണ്. 2 ദിവസം കഴിഞ്ഞ് തീരുമാനം അറിയാലേ? 2 ദിവസം കഴിഞ്ഞാൽ അറിയാം തീരുമാനം. സ്വന്തം അയാള് ഒന്നും ഒരു എന്താണെന്നറിയില്ല, രാഷ്ട്രീയല്ലേ. അൻവറിനെ പറ്റി കൂടുതൽ രാഷ്ട്രീയമില്ലാത്ത ഒരാളാണ് ഞാൻ. യഥാർത്ഥ രാഷ്ട്രീയം സംസാരിക്കാൻ അറിയപ്പെട്ട വരാറാന്നറിയോ? നിഷ്പക്ഷമതികളാ, അല്ലാതെ ഒരു പാർട്ടിക്കാരുമല്ല. സത്യമാണോ? അപ്പം അതുകൊണ്ട് അൻവർ വ്യക്തിപരമായിട്ട് എല്ലാം കൊണ്ടും ഉള്ളൊരു മനുഷ്യനാണ്. പിന്നെ പിടിവാശി എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനുണ്ടാവുമല്ലോ ഒരു പിടിവാശിയും കാര്യങ്ങളൊക്കെ. എൻ്റെ മനസ്സ് നിങ്ങൾക്ക് തന്നാൽ പിന്നെ എൻ്റെ മനസ്സിനുള്ള എന്ത് പ്രയോജനമുള്ളത് അല്ലേ? അത് വെച്ച് നോക്കുമ്പോൾ എല്ലാ നിരക്കും കഴിവുള്ളൊരു വ്യക്തിയാണ്. അൻവറിന് വലിയ ഭൂരിപക്ഷം ഉണ്ടാവില്ല, ജയിക്കും എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് വ്യക്തിപരമായിട്ട്. കാരണം ബാപ്പ മുതലെല്ലാം അറിയുന്ന ആളാണ് ഞാൻ. ഒതായിലെ വീടും കാര്യം അറിയുന്ന ആളാണ് ഞാൻ. എന്നെ അറിയെങ്കിൽ എനിക്കറിയാം. ആ നിലയ്ക്ക് എല്ലാ നിരക്കും രക്ഷപ്പെടുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നുന്നു. സത്യമാണത്. കാരണം അല്ലെങ്കിൽ എന്നെ നിങ്ങൾ എടുക്കുക, മക്കളായിട്ട് അനുഭവിക്കുക, അല്ലെങ്കിൽ എനിക്കൊരു സ്ഥാനം തരിക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അനുസരിക്കുക, ആ 2 രൂപയ്ക്ക് ആക്കുക എന്ന് പറയാം. അതല്ലെങ്കിൽ ഇത് തരിക, അതല്ലേ പറയുന്നുള്ളൂ, വേറെ ഒന്നും പറയുന്നില്ലല്ലോ. തെറ്റാണത്. അല്ലെങ്കിൽ എന്നെ നിങ്ങൾ എടുക്കുക, എപ്പോഴും അവനെ പകുതിയല്ലേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് അല്ലെങ്കിൽ എന്നെ നിങ്ങൾ കോൺഗ്രസിന്റെ വെച്ച് അംഗീകരിക്കുക. തൃണമൂലിനെ കോൺഗ്രസ് അംഗീകരിക്കുന്നില്ലെങ്കിൽ തന്നെ അംഗീകരിക്കുക. അതിനൊരു തയ്യാറില്ല. ഞങ്ങൾ പറഞ്ഞ് കേട്ടാൽ മതിയല്ലോ. ഇത് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എന്തായിരിക്കും അതിന്റെ സ്ഥിതി? അൻവർ വന്നിടത്തോളം മെച്ചൊന്നും കിട്ടിയില്ല. ഇനി വന്നാലും ഇപ്പൊ തന്നെ ആയിരിക്കും ഗതി. ഇലക്ഷന് പറഞ്ഞാ ഇപ്പൊ ഒരു മന്ദഗതിയിലാണ്. എന്താ വെച്ചാൽ ഒന്നാമത് മഴ, രണ്ടാമത് പറഞ്ഞാല് ഇപ്പൊ ഒരു ആവശ്യമില്ലാത്തൊരു ഇലക്ഷൻ ആണല്ലോ ഇപ്പൊ ഇത്. ഒരു 6 മാസത്തൊക്കെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാണ്ട് അൻവർ വെറുതെ ഇറങ്ങിപ്പോകുന്നതാണ്ട് നാളെ ഇലക്ഷൻ വേണമെന്ന് പറഞ്ഞാണ്ട് കോടികൾ ചെലവല്ലേ. നമുക്ക് ഈ സർക്കാരിന് ഇപ്പൊ ഈ നികുതി പണമൊക്കെ ഈ എന്തെങ്കിലും കിട്ടിയാണ്ട് വരുമാനം ഉണ്ടായിക്കാണ്ട് ജീവിക്കുന്ന ഈ സാധാരണക്കാരനെ പിഴിഞ്ഞുകാണ്ട് ഇപ്പൊ ഒരു ഇലക്ഷന്റെ ആവശ്യമില്ല. അതിപ്പോ അവന്റെ ഒരു ഇതാണ്. അതുകൊണ്ട് ഇലക്ഷൻ ഒരു മന്ദഗതിയിലാണ് പോണത്. അൻവർ കാണിച്ച് മത്സരിച്ചോട് അവന് മത്സരിച്ചാൽ സ്വാതന്ത്ര്യമല്ലേ? പിന്നെ കോൺഗ്രസും പറഞ്ഞേക്കാൻ പാടില്ല. അതിന് കിട്ടിയ വോട്ട് കിട്ടിയാൽ മതി, ബാക്കിയല്ല. എന്റെ അഭിപ്രായം അതാണ്. അൻവർ മത്സരിച്ചാൽ ജയിക്കും വിചാരിക്കുന്നു. കാരണം അൻവറിന് ഇവിടെ ആളുകളൊക്കെ ഉണ്ട്, സ്വാധീനമുണ്ട്, സംശയമല്ല. അൻവർ മത്സരിച്ചാല് എന്തായിരിക്കും? അൻവർ മത്സരിച്ചാല് പ്രത്യേകിച്ചൊന്നുമില്ല. 2 മുന്നണിയിൽ നിന്ന് കുറച്ച് വോട്ട് കൊടുക്കുന്നുള്ളൂ, അല്ലാതെ ഇപ്പൊ പരാജയപ്പെടുത്താൻ കഴിയില്ല. UDF-നോ LDF-നോ ഒരു പരാജയപ്പെടുത്താൻ കഴിയില്ല. രണ്ടിന്നും കുറച്ച് വോട്ട് പിടിക്കാന്നുള്ളൂ, അല്ലാതെ ഒരു നല്ലൊരു ജയസാധ്യതനെ നഷ്ടപ്പെടുത്താൻ കഴിയില്ല.